ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മുട്ട പൊരിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ എപ്പോഴും ലഭ്യമായ ചേരുവകൾ കൊണ്ടാണ് ഈ മുട്ട പൊരിച്ചത് ഉണ്ടാക്കുന്നത്. ഇത് ചോറിനോടൊപ്പം, പ്രത്യേകിച്ച് പൊതിച്ചോറിനോടൊപ്പം പറ്റിയൊരു വിഭവമാണ്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഒരു ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 3 കോഴിമുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള ഉപ്പ് അല്ലെങ്കിൽ പാകത്തിന്, 2 നുള്ള മഞ്ഞൾപ്പൊടി, 1 നുള്ള മുളക് പൊടി, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 3 എണ്ണം, ചെറുതായി അരിഞ്ഞ 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്തിട്ട് ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നന്നായി അടിച്ചെടുക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കോണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. മുട്ട ഇവിടെ നന്നായി പതഞ്ഞിട്ടുണ്ട്. സ്റ്റൗവിന് മുകളിൽ ലോ ഹീറ്റിൽ ഇരിക്കുന്ന ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. എണ്ണ ചെറുതായൊന്ന് ചൂടാവുമ്പോൾ പാനിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കുക. മുട്ട പാനിൻ്റെ എല്ലാ വശങ്ങളിലും എത്താനായി പാൻ ചെറുതായൊന്ന് കറക്കി കൊടുക്കുക. മുട്ടയുടെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ മുട്ട മറിച്ചിടുക. ഏതാണ്ട് 1 മിനിറ്റോളം ലോ ഹീറ്റിൽ തന്നെ വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ മുട്ട പൊരിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മുട്ട പൊരിച്ചത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. നന്ദി, നമസ്കാരം.